ഹായ്, ഇറ്റ്സ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് എടപ്പാൾ സ്പെഷ്യാലിറ്റീസ്, എടപ്പാളിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ പൊന്നാനി പട്ടണത്തിനടുത്തുള്ള ഒരു പട്ടണമാണ് എടപ്പാൾ എന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 22.2 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 32,550 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന പാത കോഴിക്കോട് തൃശ്ശൂർ, അതോടൊപ്പം സംസ്ഥാന പാത പാലക്കാട് പൊന്നാനി എന്നീ സംസ്ഥാന പാതകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഈ രണ്ട് റോഡുകളും കൂടിച്ചേരുന്ന ജംഗ്ഷനിലാണ് ഈ എടപ്പാൾ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. എടപ്പാളിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് ആഴ്വാശ്ശേരി തമ്പ്രാക്കളുടെ കൈകളിലായിരുന്നു. പിന്നീടത് കൽപ്പകശ്ശേരി തമ്പ്രാക്കളുടെ കൈകളിലായി, പിന്നീട് ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. 1969 ജൂൺ മാസത്തിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ മലപ്പുറം ജില്ലയോട് ചേർന്ന് പൊന്നാനി താലൂക്കിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്, എടപ്പാൾ എന്നത്. പൊന്നാനിയിലെ കോൾ തണ്ണീർത്തടത്തിലാണ് ഈ നഗരം, ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. മലപ്പുറത്തു നിന്നും ഏകദേശം 39 കിലോമീറ്ററും പൊന്നാനിയിൽ നിന്നും 10 കിലോമീറ്ററും കുറ്റിപ്പുറത്തു നിന്നും 8 കിലോമീറ്ററും കുന്നംകുളത്തു നിന്നും 22 കിലോമീറ്ററും മഞ്ചേരിയിൽ നിന്നും 53 കിലോമീറ്ററും പെരിന്തൽമണ്ണയിൽ നിന്നും 39 കിലോമീറ്ററും തിരൂരിൽ നിന്നും 22 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. അതോടൊപ്പം കേരളത്തിലെ ആദ്യത്തെ ബ്രാഹ്മണ വാസസ്ഥലങ്ങളിലൊന്നായ ശുഗപുരം, അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.